ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 41 മുതലുള്ള വാക്യങ്ങളിലൂടെ മനുഷ്യരെ ആദരിക്കുന്ന വ്യക്തികളായിട്ട് മാറാൻ വചനം നമ്മളെ വിളിക്കുകയാണ്. ഈ തിരുവചന ഭാഗത്തിൻ്റെ പശ്ചാത്തലം തിരുക്കുടുംബത്തിൻ്റെ ജെറുസലേം ദേവാലയത്തിലേക്കുള്ള യാത്രകളാണ്. നമ്മളിങ്ങനെ വായിച്ചു തുടങ്ങിയവർ ആണ്ടുതോറും പെസഹ തിരുനാളിന് ജെറുസലേമിലേക്ക് പോയിരുന്നു. തിരുക്കുടുംബത്തിൻ്റെ ഒരു വലിയ ശൈലി എന്ന് പറയുന്നത് അവരുടെ ജീവിതം ഒന്ന് ദൈവോന്മുഖമായിരുന്നു, രണ്ടാമതായിട്ടത് മനുഷ്യരിലേക്ക് തിരിഞ്ഞിരുന്നൊരു ജീവിതമാണ്. ഇങ്ങനെ ദൈവത്തെയും മനുഷ്യനെയും ഗൗരവമായിട്ട് കാണുന്നൊരു കുടുംബം. അവർ തിരുനാളിന് പോകുന്നു. സാധാരണ ഇവരുടെ യാത്രകൾ ഇങ്ങനെ കൂട്ടമായിട്ടാണ്. സ്ത്രീകൾ ഒന്നിച്ച് യാത്ര ചെയ്യും, പുരുഷന്മാർ ഒന്നിച്ച് യാത്ര ചെയ്യും, കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ കൂട്ടമായിട്ട് പോകും. തിരികെ എത്തുമ്പോൾ അവരൊന്നിച്ച് കണ്ടെത്തുകയാണ്. അതുകൊണ്ടാണ് അവർ തിരിച്ചു വരുമ്പോൾ ഈശോ കൂടെയില്ല എന്നറിയാതെ പോയത്. അവരന്വേഷിക്കുമ്പോൾ ഈശോയെ കാണുന്നില്ല. തിരിച്ചവർ ദേവാലയത്തിലെത്തുകയാണ്. അവിടെ കാണുന്ന കാഴ്ച, ദേവാലയത്തിൽ ഉപാധ്യായന്മാർക്കിടയിൽ ഇരുന്നു കൊണ്ട് ഈശോ അവരോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു. അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു. അവൻ്റെ മറുപടി കേട്ട് അവർ വിസ്മയിച്ചിരിക്കുകയാണ്. ഇങ്ങനെയൊരു സാഹചര്യത്തിലേക്കാണ് പരിശുദ്ധ കന്യകാമറിയവും വിശുദ്ധ യൗസേപ്പിതാവും ചെന്ന് കയറുന്നത്. അവിടെ മറിയം പറയുന്ന ഒരു കൊച്ചു വാക്കുണ്ട്: നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്? നിന്റെ പിതാവും ഞാനും നിന്നെ അന്വേഷിക്കുകയായിരുന്നു. ശരിക്കും മറിയം എന്ന പെൺകുട്ടിക്ക് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച രക്ഷാകര രഹസ്യങ്ങളെ ഒന്ന് വിളിച്ചു പറയാനും തൻ്റെ ഭാഗമൊന്ന് ന്യായീകരിക്കാനും കിട്ടിയ മനോഹരമായൊരു അവസരമായിരുന്നു അത് ജെറുസലേം ദേവാലയത്തിൽ കിട്ടിയത്. മറിയം ഇങ്ങനെയെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു: മോനെ, നിന്റെ വളർത്ത പിതാവും ഞാനും കൂടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. 100% സത്യമാണത്. കാരണം യൗസേപ്പ് ഈശോയുടെ വളർത്ത പിതാവ് മാത്രമാണ്. മറിയത്തിന് കിട്ടിയ മനോഹരമായൊരു അവസരമാണ്. പക്ഷെ മറിയം എന്താ പറയുന്നത്? നിന്റെ പിതാവും ഞാനും കൂടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. മറിയം എന്ന ഭാര്യ യൗസേപ്പ് എന്ന ഭർത്താവിനെ ആദരിക്കുകയാണ്. ഒരു കുടുംബം ജീവിച്ച് കടന്നു പോകേണ്ട മഹനീയമായൊരു മാതൃക പഠിപ്പിക്കുകയാണ്. തൻ്റെ ഭർത്താവിന് കൊടുക്കേണ്ട ആദരവും അംഗീകാരവും കൊടുത്തുകൊണ്ടാണ് മറിയം ആ കുടുംബത്തിലൂടെ കടന്നു പോകുന്നത്. രക്ഷാകര രഹസ്യങ്ങളാകാം, തനിക്ക് തന്നെ ന്യായീകരിക്കാൻ കിട്ടുന്ന മനോഹരമായൊരു അവസരമാകാം. എങ്കിലും അവൾ പറയുന്നു: നിന്റെ അപ്പനും ഞാനും കൂടെ നിന്നെ അന്വേഷിക്കുകയാണ്. ആർക്കാണ് മറ്റൊരാളെ ആദരിക്കാനായിട്ട് കഴിയുക? ദൈവത്തെ കണ്ടെത്തിയ ഒരാൾക്ക് മാത്രമേ അവരനെ ആദരിക്കാനായിട്ട് കഴിയുകയുള്ളൂ. മറിയം ഇപ്രകാരം ദൈവത്തെ കണ്ടെത്തി. അതുകൊണ്ട് തന്നെ അവളുടെ ജീവിതം മുഴുവനും ഇങ്ങനെ ആദരിക്കുകയാണ്. നമുക്കിന്ന് മറ്റൊരാളെ ആദരിക്കുവാനും ബഹുമാനിക്കുവാനൊക്കെ കഴിയുന്നില്ലെങ്കിൽ ഓർത്തിരിക്കുക, അത് നമ്മൾ കണ്ടെത്താതെ പോയ ദൈവാനുഭവത്തിൻ്റെ നഷ്ടം മാത്രമാണ്. മറ്റൊരുവന്റെ കുറവുകളിൽ ദൈവം ഇങ്ങനെ ചേർത്തു പിടിക്കുന്ന ദൈവമാണ്. നമ്മൾ മറക്കരുത്, ദൈവത്തിൻ്റെ സവിശേഷത ഏതാണ്? കുറവുകളിൽ സ്നേഹിക്കാനായിട്ട് മാത്രം അറിയുന്നൊരു ദൈവം. നന്മകൾ ചെയ്യുമ്പോൾ അനുഗ്രഹിക്കുകയും കുറവുകളിൽ സ്നേഹിക്കുകയും ചെയ്യുന്നവനാണ് നിന്റെ ദൈവം. ആ ദൈവത്തെ കണ്ടെത്തെങ്കിൽ ഒരാൾക്ക് മാത്രമേ മറ്റൊരാളെ ആദരിക്കാനും ബഹുമാനിക്കാനും കഴിയും. നമ്മുടെയൊക്കെ ബന്ധങ്ങളിൽ ഇങ്ങനെയൊരു ആദരവ് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ? നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ ഇപ്രകാരം ഒരു ആദരവൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ? ഒരു ഭാര്യയും ഭർത്താവും പരസ്പരം ആദരിച്ചു കഴിയുന്ന കുടുംബത്തിലാണ് അനുസരണയുള്ള അനുഗ്രഹമൊക്കെ ഉള്ള മക്കൾ വളർന്നു വരുന്നത്. മാതാപിതാക്കന്മാരെ ആദരിക്കുന്ന മക്കൾക്കിടയിലാണ് കൃപയ്ക്കുമേൽ കൃപകൾ ഇറങ്ങി വരുന്നത്. അറിഞ്ഞോ അറിയാതെ നമുക്കെന്നല്ല ഇന്ന് കാലമെന്ന് വല്ലാതങ്ങ് മാറി.
നമുക്ക് ആരെയും എന്ന് ബഹുമാനിക്കുന്ന അത്ര വലിയ കാര്യമൊന്നും അല്ലാതായിട്ട് മാറി. കുടുംബങ്ങളിൽ പ്രായമായ മനുഷ്യരൊക്കെ വല്ലാതെ അവഗണിക്കപ്പെടുന്ന ഒരു കാലമാണ്. ഒരു കാലത്ത് നമ്മുടെയൊക്കെ കുടുംബങ്ങൾ മാതാപിതാക്കന്മാർ നയിച്ചിരുന്നെങ്കിൽ ഇന്ന് കുഞ്ഞുങ്ങൾ നിങ്ങളെ നയിക്കാൻ തുടങ്ങിയല്ലേ. അവർ കൽപ്പിക്കും എന്ത് പറയണമെന്ന്. നിങ്ങളവരെ അനുസരിക്കുന്ന ഒരു കാലത്തിലേക്ക് എത്തി. അവരുടെ ചില വാശികൾക്ക് മുമ്പിൽ തോറ്റുകൊടുക്കേണ്ടി വരികയാണ്. എന്ത് സംഭവിച്ചു? നമ്മൾ അവർക്ക് ദൈവത്തെ കാണിച്ചു കൊടുത്തില്ല. നമ്മൾ അവർക്ക് ദൈവത്തെ കാട്ടിക്കൊടുത്തില്ല. ഈ ഭൂമിയിലെ സകലതും നേടിക്കൊടുത്തു. നേടിക്കൊടുക്കാൻ കഴിയുന്നതെല്ലാം അവരുടെ കൈകളിലേക്ക് വെച്ചു കൊടുത്തിട്ട് കൊടുക്കേണ്ടതിന് മാത്രം കൊടുക്കാതെ പോയപ്പോൾ അവരൊക്കെ നമ്മുടെ മേൽ അധികാരത്തിന്റെ ഭാവങ്ങളിലേക്ക് എത്തി. നമുക്കൊരു തിരിച്ചുവരവ് അനിവാര്യമാണ്. കുടുംബങ്ങളിൽ ദൈവത്തെ കൊടുക്കുന്ന മാതാപിതാക്കന്മാരുണ്ടാകണം. മറിയത്തിൻ്റെയും യൗസേപ്പിൻ്റെയും ജീവിതം അതായിരുന്നവര് ദൈവാലയ ബന്ധമായിട്ട് ജീവിച്ചു, ആദരിച്ചുകൊണ്ട് ജീവിച്ചു. അവിടെയാണ് ആ വീട് അനുഗ്രഹത്തിൻ്റെ ഇടമായിട്ട് മാറിയത്. ഒരിക്കലൊരു കല്യാണശേഷം കാണാൻ വന്നൊരു ചെറുപ്പക്കാരൻ, അവനെ എനിക്ക് വളരെ അടുത്ത പരിചയമുണ്ട്. നല്ല സൗഹൃദമാണ്. ഞാൻ തന്നെയാണ് പോയി കല്യാണമൊക്കെ ആശീർവദിച്ചത്. കല്യാണശേഷം ഭാര്യയും ഭർത്താവും കൂടെ കാണാൻ വരുന്നു. ഈ കൊച്ചൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഭാര്യ അവൻ്റെ മരണമടഞ്ഞു പോയ അപ്പനെ കുറിച്ച് വളരെ വാചാലമായിട്ട് സംസാരിക്കുന്നു. ഈ കൊച്ചൻ പ്രീ ഡിഗ്രി +2 പഠിക്കുന്ന കാലത്ത് അപ്പം മരിച്ചു പോയതാണ്. പിന്നെ എന്നോട് കല്യാണത്തിന് മുമ്പേ പറഞ്ഞ, അച്ഛാ മാട്രിമോണി കൊടുത്ത് ഉറപ്പിച്ച കല്യാണം, അതുകൊണ്ട് ഞാൻ കണ്ടെത്തിയതൊന്നുമല്ല. പക്ഷേ ഈ പെൺകുട്ടി വളരെ വാചാലമായിട്ട് അപ്പനെ കുറിച്ച് സംസാരിക്കും. ഞാൻ ചോദിച്ചു, ഏട്ടാ എന്നെ പറ്റിച്ചതാണോ, ഒപ്പിച്ചു വെച്ചോ, എല്ലാം ബന്ധമല്ലോ? അവൻ പറഞ്ഞല്ല അച്ഛാ. എന്നിട്ട് അവനിങ്ങനെ ഒരു ഫ്ലാഷ് ബാക്ക് പോയിനോട് പറയുക, ഇവൻ്റെ അപ്പൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. സർവീസിലിരിക്കുകയാണ് മരണമടഞ്ഞത്. ഈ കൊച്ചൻ പഠിച്ച് വളർന്ന് വലുതായപ്പോൾ അപ്പൻ്റെ ജോലി ഇവന് കിട്ടി. ജോലിയൊക്കെ ചെയ്തു. ആദ്യ ശമ്പളമൊക്കെ കൊണ്ടുവന്ന് അമ്മയുടെ കൊടുത്തു. എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് വാങ്ങിച്ച് വന്ന് പുറത്തേക്ക് ഇറങ്ങി. എൻ്റെ കൂട്ടുകാർ പറഞ്ഞു, ശമ്പളം കിട്ടിയതല്ലേ ചെലവ് ചെയ്യണം. അവൻ കൂട്ടുകാരുമൊത്ത് ബാറിൽ പോയി ഒന്ന് മദ്യപിച്ചൊക്കെ തിരിച്ചു വന്നു. ഇവൻ്റെ വരവ് കാണുമ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി ഇവ മദ്യപിച്ചിട്ടാണ് വരുന്നത്. അമ്മയുടെ ഏക മകനാണ്. പിന്നെ ഇങ്ങനെ അല്പം മദ്യപിച്ച ചെക്കുകെട്ടൊക്കെ തിരിച്ചു വരുമ്പോൾ അമ്മ വീടിൻ്റെ ഡോറ് തുറന്നിട്ട് അതിങ്ങനെ അടച്ചു പിടിച്ചുകൊണ്ട് നിന്നു. എന്നിട്ട് അവനോട് ചോദിച്ചു, നീ മദ്യപിച്ചിട്ടുണ്ടോ? അവനിങ്ങനെ കുനിഞ്ഞ് ശിരസ്സുമായിട്ട് നിൽക്കുമ്പോൾ അമ്മ അവനോട് ഒറ്റ കാര്യം മാത്രം ചോദിച്ചു, എടാ നിന്റെ അപ്പനുണ്ടായിരുന്നെങ്കിൽ നീ ഇത് ചെയ്യുമായിരുന്നു. നിന്റെ അപ്പനുണ്ടായിരുന്നെങ്കിൽ നീ ഇത് ചെയ്യുമായിരുന്നു. എന്നിട്ട് അമ്മ കൈമാറ്റി കൊടുത്തു. അവനകത്ത് പോയി കിടന്നുറങ്ങി വാവിട്ട് കരഞ്ഞുകൊണ്ട്. പിന്നീട് അവൻ പറയുക, അച്ഛാ പിന്നീട് ജീവിതത്തിൽ ഒരിക്കൽ പോലും മദ്യപിച്ചിട്ടില്ല. എപ്പോഴൊക്കെ തെറ്റിപ്പോകണമെന്ന് തോന്നുന്നു, അവിടെ എൻ്റെ അമ്മയുടെ വാക്കുകൾ എൻ്റെ ചെവിയിൽ ഇങ്ങനെ വന്നല്ല അലയ്ക്കും. നിന്റെ അപ്പനുണ്ടായിരുന്നെങ്കിൽ ഇത് ചെയ്യുമായിരുന്നു. ഒരു മകൻ്റെ ജീവിതത്തിൻ്റെ തെറ്റിപ്പോകുന്ന വഴികളിൽ മാനസാന്തരത്തിൻ്റെ സുവിശേഷമാകുന്നത് ഒരമ്മ ഒരപ്പന് കൊടുക്കുന്ന ആദരവാണ്. കുടുംബങ്ങളിൽ ഇനിയും അത്ഭുതങ്ങൾ സംഭവിക്കും. അത്ഭുതങ്ങളിൽ നമ്മൾ ഒരുപാടൊന്നും ഓടണ്ട. നമ്മുടെയൊക്കെ വീടിൻ്റെ ഉള്ളറകളിൽ അത്ഭുതങ്ങളൊക്കെ സംഭവിക്കും. പരസ്പരം ആദരിക്കുന്ന, മറ്റൊരാളിൽ ദൈവത്തിൻ്റെ അംശം കാണുന്ന, ആദരിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ ഇടവക സമൂഹം, ഇടവകൾക്കൊക്കെ സംഭവിച്ചു പോകുന്ന തകർച്ചയതാണ്. മറ്റൊരാളെ ആദരിക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നു. ആ ഒരു ആദരവിൻ്റെ സംസ്കാരം നമുക്ക് വളർത്താം. നമുക്ക് ഈ ബലിയർപ്പിക്കുമ്പോൾ ഒന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാകുമ്പോഴും മറ്റൊരാളെ അപമാനിക്കാതെ ആദരിക്കുന്ന അമ്മയുടെ ആ ഒരു ഹൃദയം നമുക്ക് ലഭിക്കാൻ നമുക്ക് ബലിയിൽ പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.